നമസ്കാരം. തൊഴിലാളി വർഗം മുന്നോട്ട് വെച്ച എല്ലാ മുദ്രാവാക്യങ്ങളും നടപ്പാക്കാൻ ഈ സർക്കാരിന് കഴിയും എന്ന തെറ്റിദ്ധാരണ വേണ്ടെന്നും അത് സർക്കാരിന്റെ പരിമിതിയാണെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. ചൈന സ്വകാര്യ മേഖലയുടെ ഭാഗമായി വികസിച്ചതുപോലെ കേരളത്തിന്റെ വികസനത്തിന് സ്വകാര്യ പങ്കാളിത്തം ഇനി അങ്ങോട്ട് ആവശ്യമാണ്. EMSന്റെ കാലം തൊട്ടേ ഇവിടെ സ്വകാര്യ മേഖലയുണ്ട്. സ്വകാര്യ മേഖല വേണ്ടെന്ന് പറഞ്ഞല്ല പണ്ട് സമരം നടത്തിയത്. ആഗോളവൽക്കരണത്തെ എതിർക്കുകയാണ് ചെയ്തത്. സ്വകാര്യ മൂലധനത്തെ അന്നും ഇന്നും എതിർത്തിട്ടില്ല, ഇനി എതിർക്കുകയുമില്ല. ഇതൊരു സോഷ്യലിസ്റ്റ് ഭരണ സംവിധാനമാണ് എന്ന തെറ്റിദ്ധാരണ വേണ്ട. കുത്തക മുതലാളിത്തത്തിന്റെയും ഭൂപ്രഭുത്വത്തിന്റെയും മൂലധന ശക്തികളുടെയും താല്പര്യം സംരക്ഷിക്കുന്ന ഭരണവ്യവസ്ഥയാണ് രാജ്യത്തുള്ളത്. എല്ലാ തരത്തിലും കേരളത്തെ അവഗണിക്കുന്ന സ്ഥിതിയിൽ ടൂറിസം, വ്യവസായം, വിദ്യാഭ്യാസം, സേവന മേഖലകളിൽ സ്വകാര്യ നിക്ഷേപം എത്തിക്കണം. അതിന് കോർപ്പറേറ്റുകളെയല്ല, നാട്ടിലെ സഹകരണ പൊതുമേഖലയെയും വ്യക്തികളെയുമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. NGO യൂണിയൻ ചിറ്റൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MV ഗോവിന്ദൻ. ചൈന സ്വകാര്യ മേഖലയുടെ ഭാഗമായാണ് വളർന്നു വന്നതെന്നും കേരളത്തിനും അങ്ങനെയേ വളർന്നു വരാനാകൂവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വിദ്യാഭ്യാസം, വ്യവസായം, വിനോദസഞ്ചാരം തുടങ്ങിയ എല്ലാ മേഖലയിലും സ്വകാര്യ നിക്ഷേപം വേണം. കെട്ടുപാടുകളില്ലാതെ നിക്ഷേപിക്കാൻ താല്പര്യമുള്ള ആളുകൾ നാട്ടിൽ തന്നെയുണ്ട്. കേന്ദ്രം അവഗണിക്കുമ്പോൾ പുതിയ ഇത്തരം മേച്ചിൽപ്പുറങ്ങളിലേക്ക് പോകേണ്ടി വരും. സ്വകാര്യ മൂലധനം എന്ന് പറഞ്ഞാൽ ടാറ്റയുടെയും അദാനിയുടെയും അംബാനിയുടെയും മൂലധനമല്ല. നാട്ടിലെ സഹകരണ പൊതുമേഖലകൾ, പ്രവാസികൾ എന്നിവരിൽ നിന്നുള്ള മൂലധനം ഉപയോഗിക്കാം. അക്കാര്യമാണ് ബജറ്റിൽ ധനമന്ത്രി സൂചിപ്പിച്ചതെന്നും ഗോവിന്ദൻ പറഞ്ഞു. സ്വകാര്യ മേഖലയെ തള്ളുന്ന സർക്കാരല്ല കേരളത്തിലേത്. നമ്മുടെ സമ്പത്ത് കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് കൊണ്ടുപോകുന്ന രീതിയെയാണ് അന്നും ഇന്നും എതിർത്തതെന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. അതേസമയം മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിമർശനം ഉയർന്നിട്ടില്ല എന്ന് MV ഗോവിന്ദൻ. പ്രചരിക്കുന്ന വാർത്തകൾ ശുദ്ധ അസംബന്ധമാണ്. കൂടാതെ ബജറ്റിൽ അതൃപ്തി അറിയിച്ച് CPI മന്ത്രിമാർ കത്തുകൊടുത്ത സംഭവം അറിയില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തനിക്കെതിരെ വിമർശനമുയർന്നു എന്ന വാർത്തകൾ തള്ളി മന്ത്രി മുഹമ്മദ് റിയാസും രംഗത്തെത്തി. അത് അസംബന്ധ വാർത്തയാണെന്ന് പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് തനിക്കും പറയാനുള്ളതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. വാർത്ത തികച്ചും അസംബന്ധമാണ്. മാധ്യമങ്ങൾക്ക് കുറച്ചുകൂടി കളർഫുള്ളായി വാർത്ത കൊടുക്കാമായിരുന്നു. കസേരയെടുത്ത് പൊക്കി റിയാസിനെ അടിച്ചു, എന്നിട്ടും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് കൊടുക്കാമായിരുന്നുവെന്നും അദ്ദേഹം പരിഹസിച്ചു. സ്മാർട്ട് സിറ്റി റോഡ് വിവാദത്തിൽ റിയാസിന്റെ പരാമർശം അപക്വമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനമുയർന്നു എന്നായിരുന്നു ചാനൽ വാർത്തകൾ.